ഒരു ആക്സിഡൻറ്റ് നടന്ന ശേഷം പെൺകുട്ടി മോർച്ചറിയിൽ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്നു. ഉടനെ അവിടുത്തെ സർജൻ പറയുന്നു അവൾ മരിച്ചു പോയിരിക്കുകയാണെന്ന്. എന്നാൽ അവൾക്ക് എഴുന്നേറ്റ് നടക്കാനും പൾസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സിനിമ ആരംഭിക്കുക നമ്മളെ കാണിക്കുന്നത് ഏലിയോട്ട് ഡിക്കൺ എന്ന് പറഞ്ഞ ഒരു ഫ്യൂണറൽ ഡയറക്ടറെയാണ്. ഇവരാണ് സംസ്കാരത്തിന് മുന്നേ ശവങ്ങളെല്ലാം ഒരുക്കുന്നത്. അങ്ങനെ ഇവനൊരു ശവത്തെ ഒരുക്കുന്ന കൂട്ടത്തിൽ പതി അതിനോട് സംസാരിക്കും. അതിനുശേഷം അവൻ്റെ ഒരു ക്യാമറയിൽ അതിൻ്റെ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് അന്ന ടൈലർ എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ടീച്ചറെയാണ്. അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് പോളിൻ്റെ കൂടെ ഒരുമിച്ച് കിടക്കുവാണ്. അവർ സെക്സ് ചെയ്യുമായിരുന്നെങ്കിൽ പോലും അന്നയാണെങ്കിൽ അതൊന്നും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു. അവൾ വളരെ വിഷമത്തിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അവളുടെ മുഖം കാണുമ്പോഴത്തേക്കിനും പോൾ നിർത്തും. അതിനുശേഷം അവളാണ് കുളിക്കാനും പോകും. ഇവനൊരു സിഗരറ്റ് വലിച്ചിരിക്കും. അത് കഴിഞ്ഞ് പോൾ അവളോട് ചോദിക്കും ഇവരുടെ ഈ റിലേഷൻഷിപ്പിൽ അന്ന ഹാപ്പി ആണോ എന്ന് തന്നെ. അപ്പോൾ അന്ന അതിലെല്ലാം ഹാപ്പി ആണെന്ന് തന്നെ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും അന്നയ്ക്ക് ചെറിയൊരു ഡിപ്രഷനും എന്തോ ആൻസൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന വർക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിലേക്ക് പോകും. അവളവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ജായ്ക്കെന്ന് പറഞ്ഞൊരു പയ്യനെ കുറേ പേര് കൂടി ബുള്ളി ചെയ്യുന്നതാണ്. അവൾ അവനെ അവിടെ നിന്ന് രക്ഷിക്കും. അത് കഴിഞ്ഞ് ജായ്ക്ക് എന്നോട് ചോദിക്കും അവൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം ചത്ത് കിടക്കുവാണോ എന്ന്. പക്ഷെ അന്നെ അതിനെ എടുത്തിട്ട് പറയും അത് മരിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടേ ഉള്ളെന്ന്. പിന്നീട് അന്നയെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവൾ എന്തൊക്കെയോ ചിന്തിച്ച് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെ അന്ന തൻ്റെ കയ്യിലിരിക്കുന്ന ഗുളിക ഓർണ്ണെടുത്ത് കഴിക്കും. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞ ശേഷം അവൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവൾ പോകുന്ന വഴിയിലെ ലൈറ്റെല്ലാം ഓഫായി വരുന്നു. അങ്ങനെ ലൈറ്റ് ഓഫായി അവളുടെ തൊട്ടടുത്ത് വന്ന് ഫുൾ ഇരുട്ടാകുമ്പോഴാണ് പെട്ടെന്ന് ജായ്ക്ക് വന്ന് ലൈറ്റ് ഓൺ ആക്കുന്നത്. അങ്ങനെ അവൾ അവനെയും കൊണ്ട് വെളിയിലേക്ക് പോകും. അപ്പോഴാണ് ജായ്ക്ക് ചോദിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത്, അവനും കൂടെ വന്നോട്ടെ എന്ന്. അപ്പോഴത്തേക്കിനും അന്ന പറയും അവളാണെങ്കിൽ അവളുടെ പഴയ പിയാനോ ടീച്ചർ മരിച്ചു, അത് കാണാനാണ് പോകുന്നത്, അത് കൊച്ചുകുട്ടികൾക്ക് വരാനുള്ള സ്ഥലമല്ലെന്ന്. അങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്കിനും ജായ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകും. അന്നയാണെങ്കിൽ കാറിൽ കയറിയിരുന്ന് വീണ്ടും ഗുളിക കഴിക്കാൻ നോക്കും. പക്ഷേ അതിൻ്റെ അത് ഗുളികയെല്ലാം തീർന്നായിരുന്നു. അങ്ങനെ അവൾ ഗുളിക മേടിക്കാൻ വേണ്ടി ഒരു ഫാർമസി ചെല്ലും. അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴാണ് അവളൊരു സലോൺ കാണുന്നത്. അങ്ങനെ അവൾ അതിൻ്റെ അകത്ത് കയറി അവളുടെ മുടിയെല്ലാം ചുമല കളറടിക്കും. പിന്നീട് അവൾ പിയാനോ ടീച്ചറിൻ്റെ ശവസംസ്കാര ചടങ്ങിലെത്തി. അവിടെ ആണെങ്കിൽ ഏലിയറ്റ് പിയാനോ ടീച്ചറിൻ്റെ വൈഫായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അന്ന പതി അവിടേക്ക് വന്ന് ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴത്തേക്കിനും ഏലിയറ്റ് പതി അന്നേനെ നോട്ട് ചെയ്യും. ആ പുള്ളിക്കാണെങ്കിൽ അന്നയോട് ചെറിയ താല്പര്യം തോന്നി തുടങ്ങിയായിരുന്നു. അന്ന പിന്നീട് ശവം കാണാൻ വേണ്ടി ചെന്ന് നിൽക്കും. അവൾ ശവത്തിലേക്ക് നോക്കുമ്പോഴാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് ആ ശ്വാസം വിടുന്ന കാണുന്നത്. അവൾ പെട്ടെന്ന് സ്തംഭിച്ചു പോകും. എന്നാൽ അവൾ ഓർക്കും ഇതെല്ലാം തോന്നലാന്ന് ഓർത്ത് അവിടെ നിന്ന് പോകും. അവൾ തിരിച്ചു പോയെങ്കിലും ഏലിയറ്റ് ആണെങ്കിൽ ജനലിൽ കൂടെ അവളെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്ന് രാത്രി അന്നയാണെങ്കിൽ പോളിൻ്റെ കൂടെ ഒരു ഡേറ്റിങ്ങിന് പോകും. അവനാണെങ്കിൽ അവളെ സർപ്രൈസ് ചെയ്ത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അങ്ങനെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീല് വെക്കും, ഇന്നെങ്കിലും അടിയുണ്ടാക്കാതെ ഒരു നല്ല ഡിന്നർ കഴിക്കണമെന്ന്. അങ്ങനെ പതിയെ അന്ന അവിടെ നിൽക്കുന്ന ഒരു ബോട്ടിൽ വൈൻ കുടിക്കും. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ആ വൈനാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോഴത്തേക്കിനും അവൾ പോളിനോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇന്ന് എക്സ്പെൻസീവ് വൈൻ മേടിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ദിവസമാണോ. അപ്പോഴത്തേക്കിനും പോൾ പറയും അവനാണെങ്കിൽ പുതിയ പ്രൊമോഷൻ കിട്ടി പുതിയ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയെന്ന്. ഇത് കേട്ട ഉടനെ അന്നെ ഞെട്ടിപ്പോവും. അന്നെ ഓർക്കും അവനാണെങ്കിൽ ഇവളുമായിട്ട് ബ്രേക്കപ്പ് ആകുന്ന കേസാണ് പറയാൻ വരുന്നതെന്ന്. അങ്ങനെ ഉടനെ തന്നെ അന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉടക്കുണ്ടാക്കി തുടങ്ങും. അപ്പോൾ പോൾ ഇതിന് കേട്ട് ഇഷ്ടപ്പെടത്തില്ല. പോൾ പറയും ഇവൾക്ക് ഇവളുടെ മാനസിക രോഗമുള്ള അമ്മയുടെ അതേ സ്വഭാവമെന്ന് പറയും. ഇത് കേട്ടത് അന്ന അവനെ തെറി പറഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇവനാണെങ്കിൽ അന്നയുടെ പുറകെ ഓടി വരും. പക്ഷേ അന്ന കാറ് എടുത്ത് ദേഷ്യത്തോടെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവളെ കാറ് ഓടിച്ച് കരഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇവളെ ശ്രദ്ധിക്കാതെ ഓടിക്കുന്നതുകൊണ്ട് ഇവളെ പാസ് ചെയ്തൊരു ട്രക്ക് പോയത് ഇവൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവളുടെ ഒരു കാർ വണ്ടി ഒരയുന്ന ശബ്ദവും കൂടെ നമ്മൾ കേൾക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഏലിയറ്റിൻ്റെ ഫ്യൂണറൽ ഹോമിൽ അവൾ കിടക്കുന്നതാണ്. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് വന്ന ശേഷം അവളുടെ ആ കറുത്ത ഡ്രസ്സെല്ലാം പതിയെ കത്തറുകൊണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അവളൊരു ചുമല ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഇവൻ പതിയെ അവൾ ഒരുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവൾ എഴുന്നേക്കുന്നത്. അവൾ എവിടെയാണെന്ന് അവനോട് ചോദിക്കുമ്പോഴത്തേനും അവൻ പറയും അവളൊരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്ന് പറയും. പക്ഷെ അവളത് വിശ്വസിക്കുന്നില്ലായിരുന്നു. ഉടനെ ഏലിയറ്റ് അവിടെ ഇരിക്കുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് അന്നേനെ കാണിക്കും. എന്നിട്ടും അന്നയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്ന പതി അവൾ എഴുന്നേക്കാൻ നോക്കും. പക്ഷെ അവൾക്ക് ചലിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കിനും ഏലിയറ്റ് അവളോട് പറയും ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം ഇങ്ങനെയാണ്, അവർ മരിച്ചെന്നുള്ള കാര്യം വിശ്വസിക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞ് ഏലിയറ്റ് അവളോട് റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന പോളിനെയാണ്. പോളാണെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരും. പെട്ടെന്നാണ് അവൻ അന്നെ അടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെ അവൻ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർക്കും. അത് കഴിഞ്ഞ് അവളെ വിളിക്കാൻ നോക്കും. അപ്പോഴത്തേക്കിനും അവളുടെ ഫോണാണെങ്കിൽ ഏലിയറ്റിൻ്റെ കയ്യിലായിരുന്നു. ഏലിയറ്റ് ആണെങ്കിൽ ആ കോൾ എടുക്കും. അപ്പോഴത്തേക്കിനും പോൾ പറയുന്നത് അവർ തമ്മിൽ ബ്രേക്കപ്പിൻ്റെ ആവശ്യമില്ല, അവളെയും കൂട്ടിക്കൊണ്ട് അവൻ ചിക്കാഗോയിലോട്ട് പൊക്കോളാമെന്നാണ്. അങ്ങനെ ഇത് കേട്ട ശേഷം ഏലിയറ്റ് ആ കോൾ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവൻ ആ ഫോൺ ഒരു പേപ്പർ ബാഗിൽ വെച്ച് അവിടെ കൊണ്ടുപോയി ഒരു അലമാരി വെക്കും. ആ അലമാരിയിലാണ് ഒരുപാട് പേരുടെ പേപ്പർ ബാഗ് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഇതേസമയം പോളാണെങ്കിൽ അന്നേനെ ടപ്പി സ്കൂളിൽ ചെന്നായിരുന്നു. അപ്പോഴത്തെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ വേറെ ഒരു ടീച്ചർ എന്നിട്ട് പറയും അന്നേനെ വന്നിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഇതറിഞ്ഞ പോൾ നേരെ അന്നയുടെ അമ്മേനെ കാണാൻ വേണ്ടി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് പോൾ അറിയുന്നത് അന്ന മരിച്ചു പോയെന്ന്. അങ്ങനെ അന്നയുടെ അമ്മ പറയും അവൾ മരിക്കാൻ കാരണം ഇവനാണെന്നും ഇവനുമായിട്ട് ഉടക്കുണ്ടാക്കി പോയപ്പോഴാണ് കാർ ആക്സിഡൻ്റ് ആയെന്നും. അങ്ങനെ പോൾ ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കും.
അന്നേരമാണ് അന്നയുടെ അമ്മ എടുത്ത വായിക്ക് പറയുന്നത് അന്നെ ഒരിക്കലും ഇവനെ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നത്. അതും കൂടെ കേൾക്കുമ്പോഴേക്കും പോളിനെ കണ്ണെല്ലാം നിറഞ്ഞ് ഒരുമാതിരി ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതേ സമയം അന്നയാണെങ്കിൽ മരിച്ചില്ലെന്ന് തന്നെ വിശ്വസിച്ചിരിക്കുമായിരുന്നു. അവളാണെങ്കിൽ ഏലിയറ്റിനോട് അവളെ വെറുതെ വിടാൻ പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കിനും ഏലിയറ്റാണെങ്കിൽ അവളുടെ നെറ്റിയിൽ ഒരു മുറിവ് കുത്തിക്കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അവൻ അവളോട് പറയും നീ മരിച്ചതെന്ന് നീ വിശ്വസിച്ചാൽ പറ്റത്തുള്ളൂ എന്ന് പറയും. അതിനുശേഷം ഒരു യെല്ലോ ഫ്ലൂയിഡ് അവളുടെ പെടലിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വെക്കും. അങ്ങനെ അത് ഇഞ്ചെക്ട് ചെയ്ത് വെച്ച ഉടനെ തന്നെ അന്ന പതിയെ പതിയെ മയങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അന്നയുടെ അമ്മയെ കൊണ്ടുവന്ന് അന്നയുടെ ശവത്തിന് മുന്നിലായിട്ട് വെക്കും. പക്ഷെ അവളാണെങ്കിൽ കരയുന്നില്ലായിരുന്നു. അതിനുശേഷം അവരെ ഒറ്റയ്ക്കിട്ടിട്ട് പോയതിന് അന്നയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് അന്നയുടെ അമ്മ ഏലിയറ്റിനോട് പറയും അവളുടെ മുടി പഴയ കളറിൽ തന്നെ അവർക്ക് കാണണമെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ പയ്യനായിട്ടുള്ള ജായ്ക്കിനാണ്. ജായ്ക്കാണെങ്കിൽ അന്നയുടെ മരണത്തെപ്പറ്റി വന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജായ്ക്കിൻ്റെ അമ്മയാണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. ടി വി നോക്കി മരിച്ച പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മളെ കാണിക്കുന്നത്. ജായ്ക്ക് അങ്ങോട്ട് വന്ന് അവൻ്റെ അമ്മയോട് പറയും അവനെ ഇനി തൊട്ട് അവൻ്റെ അമ്മ വിളിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ആളുകൾ ബുള്ളി ചെയ്യുമെന്ന്. പക്ഷേ അവളിതൊന്നും ശ്രദ്ധിക്കാതെ ഒറ്റ റിയാക്ഷനിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിന് വീണ്ടും നമ്മളെ ഏലിയോറ്റിൻ്റെ ആ ഫ്യൂണറൽ ഹോമിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് അവനാണെങ്കിൽ അവൻ്റെ ടൂളെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അന്നയാണെങ്കിൽ പതിയെ ബോധത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. അവളന്നേരം നോക്കുമ്പോൾ അവൾക്ക് അവളുടെ ബോഡിയൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവളുടെ പൾസെല്ലാം നോക്കും. എന്നിട്ട് അവളുടെ കൈ ആ ടേബിളിലടിച്ച് വേദന എടുക്കുന്നുണ്ടോ നോക്കും. അപ്പോൾ അവൾക്ക് വേദന എടുക്കാനും തുടങ്ങി. അങ്ങനെ അവൾക്ക് മനസ്സിലാവും അവൾ മരിച്ചിട്ടില്ലെന്ന്. അവൾ ആ ടേബിളിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിക്കുന്ന ഒരു ഫോണിൽ വിളിക്കാൻ നോക്കും. പക്ഷേ ആ ഫോൺ ബിസി ആയിരുന്നു. കാരണം തൊട്ട് മണ്ടയിലായിട്ട് ഏലിയോറ്റ് വേറൊരാളെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അന്നയാണെങ്കിൽ ആ ഡോറിൽ തട്ടി ആരെയും ഹെൽപ്പിന് വേണ്ടി വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് കരഞ്ഞ വെളി കേൾക്കാൻ പറ്റാത്ത പോലെ ആക്കി വെച്ചേക്കുമായിരുന്നു. ഇതേ സമയത്താണ് പോൾ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഏലിയോട്ടുമായിട്ട് വഴക്കുണ്ടാക്കി അന്നയുടെ ബോഡി കാണണമെന്ന് നിർബന്ധം പിടിക്കും. പക്ഷേ ഏലിയോട്ടാണെങ്കിൽ പോളിനെ അകത്തോട്ട് അലോ ചെയ്യുന്നില്ലായിരുന്നു. കാരണം ഏലിയോട്ട് പറയും പോള് ഫാമിലി മെമ്പർ അല്ലല്ലോ, അതോട് കാണിക്കാൻ പറ്റത്തില്ല. അഥവാ കാണിക്കണമെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലുമായിട്ട് വരണമെന്ന് പറയും. അങ്ങനെ ഇതിൻ്റെ പേര് അവർ തമ്മിൽ ഒരു ഉടക്കുണ്ടാകും. അപ്പോൾ ഇതിന് അന്നയാണെങ്കിൽ പോളിൻ്റെ വോയിസ് കേട്ട് അവിടെ കിടന്ന് ഉറക്കെ അലറി കരയാൻ തുടങ്ങും. പക്ഷേ ഈ റൂമിലെ സൗണ്ട് വെളിയിൽ പോകാത്തതുകൊണ്ട് അവളുടെ കരച്ചിലൊന്നും ഒരു വാല്യൂ ഇല്ലായിരുന്നു. അങ്ങനെ നിരാശനായിട്ട് പോളാണെങ്കിൽ തിരിച്ചു പോകും. അങ്ങനെ ഏലിയറ്റ് തിരിച്ച് റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അന്നെ ആ സൈഡിലായിട്ട് ഇരിക്കുന്നതാണ്. ശേഷം അവൾ പറയും അവൾക്ക് ജീവനുണ്ടെന്നൊക്കെ പറയും. പക്ഷെ അവനാണ് സമ്മതിച്ച് കൊടുക്കുന്നില്ലായിരുന്നു. അവൻ പറയും ഇവളിപ്പോൾ ആത്മാവ് പോലെയാണ്, ഇവളുടെ തോന്നലുകൾ മാത്രം ഇതെന്ന്. ഇതേ സമയം ഏലിയറ്റുമായിട്ട് വഴക്കുണ്ടാക്കിയ പോളാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. ഇവനൊരു വക്കീലായതുകൊണ്ട് പോലീസുകാർക്കല്ല ഇവനെ അറിയായിരുന്നു. അതുകൊണ്ട് പോലീസുകാർ ഇവന് പതിയെ ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് അവിടെ ഇരുത്തും. അങ്ങനെ ഈ സമയത്താണ് അന്നയുടെ ആക്സിഡൻറ്റിൽപ്പെട്ട കാറ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവൻ മറ്റൊരു മുറിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവനെ കാറിൻ്റെ ചുറ്റും നോക്കി പരിശോധിച്ച ശേഷം കാറിൻ്റെ അകത്ത് കയറി എന്ന് കരയും. അപ്പോഴാണ് അവിടെ തല അനങ്ങുന്ന ഒരു പാവ ഇവൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇവൻ പാവയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ അന്ന വന്നതായിട്ട് ഇവന് ഹാലുസിനേഷൻ വരുന്നത്. ഇവൻ പേടിച്ച് ഇങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങുമ്പോഴാണ് ഇവനെ അറിയാവുന്ന ഒരു പോലീസുകാരൻ അവിടെ വന്ന് ഇവനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ഇവൻ അവിടെ നിന്ന് പോകാൻ നേരത്തെ ആ പാവേന്ന് അവൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കും. അതേസമയം ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന അന്നയാണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവിടെ ഇരിക്കുന്ന കത്തി എടുക്കും. അത് കഴിഞ്ഞാൽ ലോക്ക് എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാൻ വേണ്ടി അവൾ അങ്ങോട്ട് പോകും. അപ്പോഴാണ് തൊട്ടടുത്ത ഒരു വൃദ്ധയുടെ ശവം വെച്ചേക്കുന്ന അവൾ കാണുന്നത്. അങ്ങനെ അവൾ ആ ബോഡിയുടെ അടുത്തേക്ക് എന്നാൽ ബോഡി ചെക്ക് ചെയ്യും. ഇതേസമയം ഏലോട്ട് പതി അങ്ങോട്ട് വരും. അവനാണെങ്കിൽ ആ റൂമിൽ കയറുന്നതിന് മുമ്പ് ആ റൂമിലെ ടെമ്പറേച്ചർ മാക്സിമം കുറയ്ക്കും. അവൻ കയറി ഉടനെ തന്നെ അന്നെ അവനെ കുത്തി കൊല്ലാൻ നോക്കും. പക്ഷെ അവനാണെങ്കിൽ അത് തടയും. ഇവനാണെങ്കിൽ മരിച്ചു പോയവരോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അന്നയോട് സംസാരിക്കാൻ പറ്റുന്നത്. ഇനിയും വിശ്വാസമായില്ല, കുത്തി നോക്കിക്കോളാൻ പറയും. പക്ഷെ അവളാണെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുന്നതുകൊണ്ട് അവനെ കുത്തി കൊല്ലാതിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്നയാണെങ്കിൽ ഡിപ്രഷനായിട്ട് ആ ടേബിളിൽ പോയി കിടക്കും. ഇച്ചിരി കഴിഞ്ഞ് അന്ന് ഉറക്കത്തിൽ നിന്നേക്കുമ്പോഴാണ് തൊട്ട് മുമ്പേ കണ്ട ബോഡിയാണെങ്കിൽ ഇവളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. ഈ പ്രാവശ്യമാണെങ്കിൽ വൃദ്ധയ്ക്ക് ഒരു കറുത്ത ഡ്രസ്സും അതുപോലെ തന്നെ മുടിയും ചെയ്യിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് അന്നയോട് ആ വൃദ്ധ പറയും അവളിപ്പോഴും റെഡി ആയിട്ടില്ലെന്ന് പറയും. പെട്ടെന്നാണ് അന്നയുടെ തൊട്ടടുത്തുള്ള ഒരു മെറ്റാലിക് ഡോർ ഓപ്പണായി വരുന്നത്. പെട്ടെന്ന് ഒരു കൈ വന്ന് അവളെ അതിൻ്റെ അകത്തേക്ക് വലിച്ചിടും. അന്നെ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ മുഴുവൻ ഇരുട്ടിൻ്റെ അകത്തുനിന്ന് കുറേ ബ്ലൂ ലൈറ്റ്സ് മാത്രം നിൽപ്പുണ്ട്. പെട്ടെന്ന് മുഖമെല്ലാം മുറിഞ്ഞൊരു കൊച്ചു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വരും. അവൾ ആ പെൺകുട്ടിയോട് ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആ പെൺകുട്ടി പറയും അവൾ അന്ന തന്നെയാണ്, അവൾ മരിക്കാൻ കാരണം അന്നയായിരുന്നു എന്ന് പറയും. പെട്ടെന്നാണ് അന്ന സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നത്. അന്ന ഇത്രയും നേരം കണ്ടത് വെറും സ്വപ്നമായിരുന്നു. അങ്ങനെ അന്ന നോക്കുമ്പോഴത്തേക്കും അവൾ വീണ്ടും ആ ടേബിളിലും ആ റൂമിലും തന്നെയാണ്. ദേഷ്യം വന്ന അന്ന അവിടെ ഷെൽഫിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി താഴേക്കിടും. ആ വൃദ്ധയ്ക്ക് വേണ്ടിയുള്ള ഫ്യൂണറൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങോട്ട് ജായ്ക്ക് വരും. എന്നിട്ട് ജായ്ക്ക് ചോദിക്കുക എന്നാണ് അവൻ്റെ ടീച്ചറായിട്ടുള്ള അന്നയുടെ ഫ്യൂണറൽ റെഡിയാക്കുന്നതെന്ന്. ഏലിയോട്ട് പറയും ഉടനെ തന്നെ കാണുമെന്ന് പറയും. പിന്നീട് ഏലിയോട്ട് വീണ്ടും ബേസ്മെൻറ്റിലേക്ക് ചെല്ലും. അവിടെ ചെല്ലും. പിന്നെ അവിടെ സാധനങ്ങളെല്ലാം അന്ന പൊടിച്ചിട്ടിരിക്കുന്ന കാണും. ഉടനെ ഏലിയോട്ട് ചോദ്യം ചെയ്യും എന്തിനാ സാധനങ്ങളെല്ലാം തട്ടി താഴെ ഇട്ടതെന്ന്. പക്ഷേ അന്ന തിരിച്ചൊന്നും പറയുന്നില്ലായിരുന്നു. അവൻ നോക്കുമ്പോഴത്തേക്കും അന്ന പ്രത്യേക ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നയ്ക്കും ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു അവൾ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയുള്ള. ഇതേ സമയം പോളാണെങ്കിൽ വീട്ടിൽ വെച്ച് അവൻ്റെ മുഖമെല്ലാം കഴുകാൻ നേരത്താണ് നഗ്നയായിക്കൊണ്ട് അന്ന അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്.
അവൻ നോക്കുമ്പോഴേക്കും അവളെ നെഞ്ച് പൊളന്ന് അതിൻ്റെ അകത്തുനിന്ന് ഹൃദയം എടുത്ത് അവനെ കാണിക്കും. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആ ബൊമ്മ ഇവന് നേരെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വീണ്ടും ഫ്യൂണറൽ ഹോമിലേക്ക് വരികയാണെങ്കിൽ ഏലിയോട്ടാണെങ്കിൽ അന്നയ്ക്ക് വേണ്ടി അവളുടെ അമ്മ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു. ഉടനെ തന്നെ ഇതിട്ട് വരികയാണ്, എന്നിട്ട് ഇവളുടെ അടക്കാൾ ചെയ്യാവുള്ളതെന്ന് പറയും. പക്ഷേ അന്നെ പറയും ഇപ്പോഴും അവൾ മരിച്ചെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അങ്ങനെ അന്ന് ഏലിയറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഏലിയറ്റിൻ്റെ ശ്രദ്ധ തെറ്റിച്ച ശേഷം അവിടെ നിൽക്കുന്ന കീ അന്നെ മോഷ്ടിക്കും. അങ്ങനെ ഏലിയറ്റ് പോയ ശേഷം അന്നയാണെങ്കിൽ ബേസ്മെൻറ്റിലെ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടും. ഇതേ സമയത്ത് വെളിയിൽ ചെന്ന് ഏലിയറ്റാണെങ്കിൽ അവൻ കീ എടുക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കും. ഉടനെ തന്നെ അവൻ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരും. ഇതേ സമയത്ത് തന്നെയാണ് അന്നയാണെങ്കിൽ ബേസ്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവൾ വഴി അറിയാതെ ഓടിച്ചെന്ന് കയറുന്നത് കിച്ചൻ്റെ അകത്താണ്. അങ്ങനെ അന്നെ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും ബാക്കി ഡോറുകളെല്ലാം ക്ലോസ് ആയിരുന്നു. അവൾക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ലെന്ന് അവൾ ഉറപ്പിക്കും. ഏലിയറ്റ് ആണെങ്കിൽ അവിടെ ഒരു ചെറിയ ശബ്ദം കേൾക്കും. അപ്പം തന്നെ അവനും പിടികിട്ടും അന്നെ വെളിയിൽ പോയിട്ടില്ല, ഇതിൻ്റെ അകത്ത് തന്നെ കുടുങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ അവൻ പതിയെ ഓരോ റൂമുകളായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഇതേ സമയം അന്നയാണെങ്കിൽ ഒരു കത്തി എടുത്ത് ആ വീടിനെ ചുറ്റി ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെ അവിടെ വെച്ചൊരു ടെലിഫോൺ കാണും. ഉടനെ തന്നെ എന്നെ പോളിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കും. പക്ഷേ പോൾ ഓർക്കും ആരോ പ്രാങ്കിനെ വിളിക്കുന്നതാണെന്ന് ഓർത്ത് അവൻ കട്ട് ചെയ്ത് വിടും. അങ്ങനെ ഏലിയറ്റ് നോക്കുമ്പോൾ കാണുന്ന അന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഏലിയറ്റ് വീണ്ടും അന്നയോട് അവൾ മരിച്ചെന്ന് പറയും. അവൾ പറയും അവൾക്ക് പ്രൂഫ് ഉണ്ടല്ലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഉടനെ തന്നെ ഏലിയറ്റ് തൊട്ടടുത്തുള്ള കണ്ണാടിയിൽ അന്നയുടെ ദേഹം കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോഴാണ് അന്നയ്ക്ക് മനസ്സിലാകുന്നത് അവൾ മരിച്ചെന്ന് ശരിക്കും. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ആ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് ജായ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. ജായ്ക്കാണെങ്കിൽ അന്നേനെ ജനാലെ കൂടെ കാണുകയും ചെയ്യും. അവൾ മരിച്ചെന്നുള്ളത് കൺവിൻസ് ചെയ്ത ശേഷം അന്നെ അവൻ്റെ കൂടെ താഴെ റൂമിലേക്ക് നടന്നു പോകും. താഴെ എത്തിയ ശേഷം ഏലിയറ്റാണെങ്കിൽ അവളുടെ മുടിയിലെ കളറെല്ലാം കഴുകി കളയും. അങ്ങനെ ഏലിയറ്റാണെങ്കിൽ അവളുടെ ഡ്രസ്സെല്ലാം അയച്ച ശേഷം പതിയെ അവൾ ഒരുക്കാൻ വേണ്ടി തുടങ്ങും. ഇതേസമയം പോളാണെങ്കിൽ അന്നയുടെ സ്കൂളിൽ പോയി അവളുടെ പഴയ സാധനങ്ങൾ അവിടെ എന്തെങ്കിലും ഉണ്ട് അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അവിടെ ചെന്ന ശേഷം അവളൊരു പോസ്റ്റ് കാർഡ് ഇരിക്കും. അവിടെ ആണെങ്കിൽ അന്നയും ഇവരും കൂടെ പിക്നിക്കിന് പോയപ്പോൾ എടുത്ത കുറേ പിക്കെല്ലാം കാണും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് ഒരുപാട് കരയും. അതിന് ശേഷം അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ദേഷ്യത്തോടെ തട്ടിമറിച്ചിടും. സ്കൂളിലാണെങ്കിൽ പോളിനെ ജായ്ക്ക് വന്ന് കാണും. അതിനുശേഷം അവൻ പറയും അവനാണെങ്കിൽ അന്നേനെ റെഡ് ഡ്രസ്സ് ഇട്ട് ഏലിയറ്റിൻ്റെ മുറിയിൽ നിൽക്കുന്ന കണ്ടായിരുന്നെന്ന്. ഇത് കേട്ട് പോൾ പറയും അന്നയ്ക്കൊരു റെഡ് ഡ്രസ്സ് ഇല്ലെന്ന് പറയും. പക്ഷേ ജായ്ക്ക് ഉടനെ തന്നെ പറയും അവൻ പക്ഷെ കണ്ടതാണ്. പക്ഷേ പോൾ അവളെ ഒരുപാട് സ്നേഹിക്കാത്തതുകൊണ്ടായിരിക്കും അവൾക്കൊരു റെഡ് ഡ്രസ്സുള്ള കാര്യം അവൻ അറിയാത്തതെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ പോളിനുള്ള ദേഷ്യമെല്ലാം വരും. ഉടനെ തന്നെ ജായ്ക്കിന് നേരെ അവൻ തിരിയും. ഇതേ സമയം ഫ്യൂണറൽ ഹോമിലാണെങ്കിൽ ഒരു പോലീസുകാർ വന്ന് നിൽക്കും. അത് കഴിഞ്ഞ് പോലീസുകാരൻ വന്ന് ഏലിയറ്റിനോട് പറയും അവന് ബോഡി കാണണമെന്ന് പറയും. അപ്പോഴത്തേക്കിന് ഏലിയറ്റ് ഏത് ബോഡിയെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയും കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന ഒരു പുരുഷൻ്റെ ബോഡിയാണ്, അവൻ്റെ ബ്രദറാണ് ആ പോലീസ് എന്ന് പറയും. അങ്ങനെ ഏലിയറ്റ് ആണെങ്കിൽ ആ പോലീസുകാരനെയും കൂട്ടിക്കൊണ്ട് ആ ബേസ്മെൻറ്റിലേക്ക് പോകും. അങ്ങനെ പോലീസുകാരൻ അവൻ്റെ ബ്രദറിൻ്റെ ബോഡി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അന്നയുടെ ബോഡി അവൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ ബോധരഹിതയായിട്ട് അന്നെ കിടക്കുവായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് അവളുടെ തല ചെറുതായിട്ട് അനങ്ങും. ഉടനെ തന്നെ പോലീസുകാരൻ ഏലിയറ്റിനോട് പറയും കുറച്ചു നേരം വെളിയിൽ പോയി നിൽക്കാമെന്ന് ചോദിക്കും. അങ്ങനെ ഏലിയറ്റ് പോയ ഉടനെ തന്നെ പോലീസുകാരൻ പതിയെ അന്നയുടെ ബോഡിയുടെ അടുത്തേക്ക് ചെല്ലും. പക്ഷേ അവൻ അന്നയുടെ അടുത്തേക്ക് വന്നതെന്ന് വെച്ചാൽ അവൾക്ക് ജീവനുണ്ടെന്ന് സംശയിച്ചിട്ടല്ലായിരുന്നു, പകരം അന്നേനെ ഒന്ന് തൊട്ട് നോക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അന്നേനെ തൊട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഏലിയറ്റ് തിരിച്ചു കയറി വരുന്നത്. അപ്പോൾ പോലീസുകാരനാണൊന്ന് പതറിപ്പോവും. ഉടനെ തന്നെ പോലീസുകാരൻ പോയേക്കുവാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ജായ്ക്കിനാണ് സംശയം കാരണം ഇരിക്കാൻ പോയിരുന്നു. അവനെ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും അവിടേക്ക് വരും. അപ്പോഴത്തേന് ജായ്ക്ക് കണ്ട കാര്യത്തെപ്പറ്റി ചോദിക്കും. ഉടനെ ഏലിയറ്റ് ജായ്ക്കിനെ വിശ്വസിപ്പിക്കും നമുക്ക് രണ്ടുപേർക്കും മരിച്ച ആളുകളെ കാണാനുള്ള പ്രത്യേക ശക്തിയുണ്ട്, അതുകൊണ്ടാണ്. ഇതേസമയം പോളാനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു കടൽ റെഡ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ പോളാനെ പെട്ടെന്ന് ശ്രദ്ധിക്കും. അന്നേരമാണ് പോൾ ഓർക്കുന്നത് അന്നയ്ക്കും ശരിക്കും ഇതുപോലെ ഒരു റെഡ് ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ അവൻ കാറ് തിരിച്ച് നേരെ ഫ്യൂണറൽ ഹോമിലേക്ക് വിടും. അങ്ങനെ ഇവൻ അവിടെ ചെന്ന് ഏലിയറ്റിനെ കണ്ട ശേഷം പറയും അന്നേനെ ഇവിടെ ജനലിൽ കണ്ടായിട്ട് ഒരു പയ്യൻ പറഞ്ഞില്ല വന്ന്. ഉടനെ ഏലിയോട് തിരിച്ചു വയ്ക്കും ജായ്ക്കുന്നല്ല ആ പയ്യൻ്റെ പേര്, അവനിവിടെ സ്ഥിരം വരുന്നത് അവന് പ്രത്യേക ഒരു ഇമാജിനേഷനുള്ളൊരു പയ്യനാണെന്ന് പറയും. അങ്ങനെ പോളിന് ഇത് കേട്ടിട്ട് വിശ്വാസമില്ലാട്ട് അവൻ ദേഷ്യം വന്നിട്ട് ആ വീടിൻ്റെ അകത്തേക്ക് കയറും. അങ്ങനെ അവൻ അന്നയുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ ബേസ്മെൻറ്റിലേക്ക് ചെല്ലും. ഇതേ സമയത്ത് തന്നെ അന്ന എഴുന്നേൽക്കുകയും ചെയ്യും. പക്ഷെ അവളാണെങ്കിൽ ഈ സമയം റിയാക്ട് ചെയ്യത്തില്ല, കാരണം അവൾ വിശ്വസിച്ചിരിക്കുന്ന അവൾ മരിച്ചെന്ന് തന്നെയാണ്. അങ്ങനെ അതുവഴിയെല്ലാം നടന്ന് ഒരു തെളിവ് കിട്ടാതെ ദേഷ്യം വന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ചെല്ലും. അങ്ങനെ പോലീസുകാരോട് ഇവൻ ഇതെല്ലാം പറയും. പക്ഷേ പോലീസുകാരാണ് ഇത് സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ലായിരുന്നു, കാരണം അവൾ മരിച്ചതിൻ്റെ വിഷമത്തിൽ ഇവൻ നടക്കുന്നതുകൊണ്ട് ഇവനുണ്ടെന്ന ഹാലുസിനേഷനാണെന്ന് ഓർത്തിരിക്കുമായിരുന്നു അവരിതെല്ലാം. അങ്ങനെ പിറ്റേ ദിവസമായി അന്നയാണെങ്കിൽ ശവപ്പെട്ടിക്കകത്ത് കിടക്കുമായിരുന്നു. അങ്ങനെ ആ ഫ്യൂണറലിനെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കിടക്കുന്നതെന്ന് മന്ന പറയും അവൾക്ക് അവസാനമായിട്ട് അവളെന്ന് കാണണം, അതിനുവേണ്ടി ഒരു മിറർ എടുക്കാമെന്ന് ചോദിക്കും. അങ്ങനെ ഏലിയറ്റാണ് ഒരു മിറർ എടുത്തുകൊണ്ട് വരും. അങ്ങനെ അവളെ മിററിലേക്ക് നോക്കുമ്പോഴാണ് അവളുടെ ശ്വാസം ആ മിററിലേക്ക് പറ്റി പിടിക്കുന്നത് കാണുന്നത്. പെട്ടെന്നാണ് അവൾക്ക് മനസ്സിലാകുന്നത് അവളെ മരിച്ചിട്ടില്ലെന്നും തുടക്കം മുതലേ അവൾ പറ്റിക്കപ്പെടുമായിരുന്നെന്നും. അവളുടനെ തന്നെ ദേഷ്യപ്പെട്ട് അവനോട് ചൂടാകാൻ തുടങ്ങുമ്പോൾ ഏലിയറ്റ് അവൾക്ക് വീണ്ടും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഉടനെ തന്നെ അവൾ വീണ്ടും ഉറങ്ങിപ്പോവും. അങ്ങനെ ഏലിയറ്റ് അവളുടെയും ഫോട്ടോ എടുക്കും. അതിനുശേഷം അവളുടെ ബോഡി അവിടെ വെച്ചേക്കുവാണ്. അവിടെ വന്ന് എല്ലാവരും കരച്ചിലായിരുന്നു. അന്നയുടെ മദർ ഉൾപ്പെടെ കരയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പോൾ അവിടേക്ക് വന്ന് അവളെ ചുംബിച്ച ശേഷം അവൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് അവളുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവൻ പോകും. അങ്ങനെ ഏലിയറ്റ് നോക്കുമ്പോഴത്തേക്കും അന്നയ്ക്ക് പതിയെ ബോധം വരുന്ന വല്ല ഡൗട്ട് അടിക്കും. ഉടനെ തന്നെ ആരും കാണാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അവൻ ആ ശവപ്പെട്ടി അടയ്ക്കും.
അങ്ങനെ എല്ലാവരും പോയ ശേഷം അവനാണെങ്കിൽ അന്നയുടെ പിക്ചറും കൊണ്ട് ആദ്യമേ ഒട്ടിച്ച പോലെ തന്നെ ഭിത്തിയിലേക്ക് ഒട്ടിക്കും. അത് കഴിഞ്ഞാണ് നമ്മളെ കാണിക്കുന്നത് അവിടെ അവൻ ഇതുപോലെ കൊന്നു കളഞ്ഞ ഒരുപാട് പേരുടെ പിക്ചറുകളുണ്ടെന്ന്. ഇതേ സമയം കുഴിച്ചിട്ട് അന്നയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ബോധം വരും. അവളാണെങ്കിൽ പെട്ടിക്കകത്തിരുന്ന് കിടന്ന് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ആ പെട്ടി തുറക്കാൻ വേണ്ടി മാക്സിമം അവൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതേ സമയം ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഡിന്നർ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പോളാണെങ്കിൽ ഇപ്പോൾ ശരിക്കും വെള്ളമടിച്ച് ഭയങ്കര വിഷമത്തിരിക്കുകയാണ്. അവനിപ്പോഴും അന്നെ മരിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി അവൻ ഏലിയറ്റിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുന്നതിന് വരെ അവനോട് പറയുന്നതെന്ന് വെച്ചാൽ അന്നെ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് നീ ഒന്ന് പോയി ശരിക്കും ചെക്ക് ചെയ്യാൻ പറയും. എന്നിട്ട് അവനൊരു വാണിങ്ങും കൂടെ കൊടുക്കും, നിനക്ക് ഒരുപാട് സമയമില്ല, പെട്ടെന്ന് ചെന്നാൽ രക്ഷിക്കാൻ പറ്റുമെന്ന്. ഇത് കേട്ടോണ്ട് തന്നെ പോളാന്നെ വണ്ടി എടുത്ത് സ്പീഡിൽ അവളെ കുഴിച്ചിട്ടതിലേക്ക് പോകാൻ തുടങ്ങും. ഇതേ സമയം അന്നയ്ക്കാണെങ്കിൽ പതിയെ ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പോളാണെ മാക്സിമം സ്പീഡിൽ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടും ഇരിപ്പുണ്ട്. അങ്ങനെ പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആംബുലൻസ് കാർ അവൻ്റെ പുറകെ വരുന്ന അവൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതേ റോഡിൽ തന്നെ ഏലിയറ്റിൻ്റെ കൂടെ തന്നെ ജായ്ക്കെന്ന് പറഞ്ഞ പയ്യനൊരു കാർ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പോളാണെങ്കിൽ ഒരു വിധത്തിൽ ശവക്കോട്ടയുടെ അവിടെ എത്തും. അവൻ ഓടി ചെന്ന് അന്നേനെ കുഴിച്ചിട്ട് അവൻ കുഴിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു വിധത്തിൽ അവൻ കുഴിച്ച് അന്നേനെ വെളിയിലിറക്കി അവളെ ചുംബിക്കാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്നാണ് അവന് ബോധം വന്നിട്ട് അവനീ കണ്ടെല്ലാം വേറെ ഓർമ്മയാണ് പിടികിട്ടുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് പോള് ഏലിയറ്റിൻ്റെ ടേബിളിൽ കിടക്കുന്നതാണ്. ഏലിയറ്റ് ആണെങ്കിൽ അവൻ്റെ തൊട്ട് മണ്ടയിൽ നിന്ന് അവൻ്റെ ഷർട്ടെല്ലാം പതിയെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഏലിയറ്റ് അവനോട് പറയും അവനിപ്പോൾ മരിച്ചിരിക്കുവാണ്, ഇപ്പം കറക്റ്റ് സെമിത്തേരിയിലെത്താൻ പറ്റില്ല, അതിന് മുമ്പ് തന്നെ കാർ ആക്സിഡൻറ്റിൽ ഇവൻ മരിച്ചു പോയെന്ന്. പക്ഷെ പോളാണ് സമ്മതിക്കുന്നില്ലായിരുന്നു. അവൻ തിരിച്ച് ചൂടായിക്കൊണ്ടിരിക്കും. തൊട്ടടുത്താണ് ജായ്ക്കെന്ന് പറഞ്ഞ പയ്യനും നിൽപ്പുണ്ട്. ആ പയ്യനാണ് ഇപ്പോൾ ഏലിയറ്റിൻ്റെ കൂടെ കൂടി ഏലിയറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് പഠിക്കുമായിരുന്നു. അങ്ങനെ സിനിമയുടെ ഏറ്റവും അവസാനം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഏലിയറ്റ് ആണെങ്കിൽ പോളിനെ വലിയൊരു സാധനം വെച്ച് ഇഞ്ചക്ട് ചെയ്യുന്നതും അവൻ വേദന കാരണം അലറി വിളിക്കുന്നതുമാണ്.